ഹലോ നമസ്കാരം. ഷാഹിദ് കപൂർ ഇതാ വീണ്ടും പ്രധാന വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രമായ ദേവിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മോഹൻലാലിനെ നായകനാക്കി ഉദയനാണ് താരം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച റോഷൻ ആൻഡ്രൂസ് ഇപ്പോൾ ദേവി എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലേക്കും ചുവടുവെക്കുകയാണ്. ഷാഹിദിനെ കൂടാതെ പൂജ ഹെഗ്ഡെ, കുബ്ര സെയ്ദ്, പവേൽ ഗുലാത്തി എന്നിവരും ദേവയിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. സി സ്റ്റുഡിയോസും റോയ് കപൂർ ഫിലിമും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഷാഹിദ് കപൂറിനെ ഒരു പോലീസുകാരന്റെ വേഷത്തിലാണ് ദേവ അവതരിപ്പിക്കുന്നത്. പക്ഷേ ദേവ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. എന്താ എന്നല്ലേ, പൃഥ്വിരാജ് സുകുമാരൻ നായകനായ മുംബൈ പോലീസിന്റെ റീമേക്ക് ആണെന്ന വാർത്തകൾ പലപ്പോഴും പ്രചരിച്ച കാലം മുതൽ തന്നെ ദേവ പോലൊരു സ്റ്റാർ വെഹിക്കിൾ ചിത്രം ഇത്തരം ധൈര്യം കാണിക്കുമോ എന്നറിയാൻ പലർക്കും ആകാംക്ഷയുണ്ടായിരുന്നു. പ്രേക്ഷകർ കാത്തിരുന്നതും ഇത് കാണാൻ തന്നെയായിരുന്നു. എന്നാൽ ഈ സിനിമയെ ശരിക്കും കുഴപ്പത്തിലാക്കുന്നത് റോഷൻ ആൻഡ്രൂസ് തിരക്കഥയിൽ വരുത്തിയ കൃത്രിമത്വമാണ്. റിലീസ് പ്രൊമോയിൽ കാണിച്ച പോലെ അല്ല ഫിലിം കാണുമ്പോൾ കഥ പോകുന്നത്. മുംബൈ പോലീസിലെ ACP ആയ ദേവ് ആംബ്രയാണ് ഇവിടെ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത്. ഏറ്റവും വലിയ ആളുകൾക്കെതിരെ പോലും പോകാൻ മടിയില്ലാത്ത ഒരു പോലീസിന്റെ പ്രതിച്ഛായയാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു ഘട്ടത്തിൽ സഹപ്രവർത്തകന്റെ കൊലപാതകം അന്വേഷിക്കുമ്പോൾ റോഡ് അപകടത്തിൽപ്പെട്ട് ഓർമ്മ നഷ്ടപ്പെടുന്നു. താൻ യഥാർത്ഥത്തിൽ ആരാണെന്നറിയാതെ ഈ പുതിയ ദേവ് അങ്ങനെ അന്വേഷണം പൂർത്തിയാക്കുകയാണ്. ഇതാണ് ദേവിന്റെ കഥ. ഒറിജിനലിന് സമാനമായി നായകൻ ഫർഹാനെ വിളിച്ച് കേസ് അവസാനിപ്പിക്കുന്നുവെന്ന് പറയുന്ന ഈ ഡയലോഗിൽ നിന്നാണ് ഇവിടെ സിനിമ ആരംഭിക്കുന്നത് തന്നെ. തുടർന്ന് അപകടവും കാണിക്കുന്നുണ്ട്. പക്ഷെ 5 മിനിറ്റിന് ശേഷം ദേവ് തന്റെ സഹോദരിയുടെ വിവാഹത്തിന് നൃത്തം ചെയ്യുന്ന ബസൻ മച്ച ഗാനമാണ് വരുന്നത്. ഒറിജിനലിന്റെ ആദ്യ പകുതിയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ദേവിയുടെ രണ്ടാം പകുതിയിലാണ് സംഭവിക്കുന്നത്. ശരിക്കും ഒറിജിനലിൽ നിന്ന് വ്യത്യസ്തമാക്കാനുള്ള എല്ലാ പ്രവൃത്തികളും ആ ട്വിസ്റ്റിന്റെ ഭംഗി അങ്ങ് നശിപ്പിച്ചു കളയുകയാണ് ചെയ്തത്. ഷാഹിദ് കപൂറിനെ പോലുള്ള ഒരു താരത്തിനെ വെച്ച് ഈ ചിത്രം ഒരു മാച്ചോ ഹീറോ ഉണ്ടാക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. മുംബൈ പോലീസിന്റെ ഈ പതിപ്പിന് ഒറിജിനലിന്റെ സ്വർഗരതിയുടെ ആംഗിൾ ഉപയോഗിക്കാനുള്ള നട്ടൽ ഇല്ലാത്തതിനാലാണ് പൊതുവായ ഒരു പുതിയ ട്രാക്ക് സൃഷ്ടിക്കാൻ റോഷൻ ആൻഡ്രൂസ് ശ്രമിച്ചത്. മുംബൈ പോലീസ് ഒരു ത്രില്ലറും ഒരു കഥാപാത്ര പഠനവുമായപ്പോൾ ദേവ് ശരിക്കും ഒരു ഓവർ റേറ്റഡ് ബോളിവുഡ് നായകനെ ആരാധിക്കുന്ന ഒരു കഥ പോലെയാണ് അവസാനിക്കുന്നത്. മലയാളി പ്രേക്ഷകർ ഇത് എത്രത്തോളം ഏറ്റെടുക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.